അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. തൻ്റെ പൊന്നുമോനെ പോലീസ് വേഷത്തിൽ കണ്ട ഉമ്മ ശരിക്കും ഞെട്ടിപ്പോവുകയായിരുന്നു. റബ്ബേ, എൻ്റെ കുട്ടി എൻ്റെ കുട്ടി തന്നെയാണോ ഇത് എന്നിവർ അത്ഭുതപ്പെട്ടു. എന്നാൽ ആസിഫ് അദ്ദേഹം പറഞ്ഞു, അതെ, ഉമ്മയുടെ മോന് ടാലൻ്റുള്ള മോനാണ് എല്ലാ രീതിയിലും. അതെ, എന്തൊക്കെ തന്നെയാലും ഒരു എക്സാമിൻ്റെ ഒരിത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ് അവൻ എല്ലാ കാര്യത്തിലും. അതിന് പ്രത്യേകമായിട്ട് ഒന്നും ഇനിയൊരു ടെസ്റ്റും കാര്യങ്ങളും ഒന്നും വേണ്ട. എൻ്റെ സ്ഥാനം അവനക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ അന്ന് തന്നെയാണ് അവരുടെ പെണ്ണ് കാണാൻ പോകലും. അത് നോമ്പ് തുറക്ക് വേണ്ടിയിട്ടാണ് പെണ്ണ് കാണാൻ പോകുന്നത്. ആ ഉമ്മ ഒരിക്കൽ പോലും അതറിയുന്നില്ല തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻക്ക് പെണ്ണ് കാണാൻ പോവുകയാണ്, അത് സീനത്തിനെയാണ് കാണാൻ പോകുന്നത് എന്നൊന്നും അറിയുന്നില്ല. ഉമ്മ പറഞ്ഞു, പഠിച്ചോനെ അല്ലാ, കുട്ടികളെ എങ്ങനത്തെ ഏതൊക്കെയൊന്നും ഞമ്മക്കറിയില്ല അല്ലാ. ചില കുട്ടികളുണ്ടാവും റഹ്മാനെ, മക്കളെ പഠിപ്പിക്കുന്നവർ, ഇടങ്ങാറാക്കുന്നവർ, ബുദ്ധിമുട്ടാക്കുന്നവർ. റഹ്മാനെ പഠിച്ചോനെ അല്ലാ, എല്ലാത്തിൽ നിന്ന് തൊട്ടും ഞങ്ങളിത് കാത്തിരക്ഷിക്ക് റഹ്മാനെ. ഉമ്മാക്ക് ഭയമായിരുന്നു. പഠിച്ചോൻ എൻ്റെ പൊന്നു മോൻക്ക് ഒരു കൂടപ്പിറപ്പൊന്നും ഇല്ലാത്തതാണ്. ഇപ്പോൾ സ്നേഹമുള്ളൊരു പെണ്ണിനെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയല്ലേ. അങ്ങനെ അതാ അവർ നോമ്പ് തുറക്കുവാൻ വേണ്ടി അതാ പോവുകയാണ്. മോനെ, ഇവിടെ തന്നെയാണോ? അങ്ങോട്ട് തന്നെയാണ് നമ്മൾ പെണ്ണ് കാണാനും പോകുന്നത്? അത് ഉമ്മ, പെണ്ണ് കാണാൻ പോകുന്നതും എല്ലാം ഒരിടത്തേക്ക് തന്നെയാണ്. ശരിക്കും അത് അവിടെ സീനത്തിൻ്റെ വീട്ടിൽ എല്ലാവരും കൂടിയിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ അറബി ഫാമിലി അടക്കം അവർ അവിടെ ഉണ്ടായിരുന്നു. സീനത്തിൻ്റെ ഒപ്പ എല്ലാവരെയും വിളിച്ചു. അത് തൻ്റെ പൊന്നുമോളുടെ പെണ്ണ് കാണൽ അത് അല്പം ഉഷാറായിക്കോട്ടെ. എന്തൊക്കെ തന്നെയാലും അവളുടെ ജീവിതത്തിൽ ഒരുപാട് സഹിച്ചതല്ലേ, ഇനിയൊരിക്കലും അവൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവരുത്. അവൾ ചെയ്തതിനെ അവൾ ഒരുപാട് സഹിച്ചതാണ്. ഇപ്പോൾ അവൾ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. ഷെഫി ഉസ്താദിനോട് പ്രത്യേകമായി പറയണം, അത് തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് പുറത്തു കൊടുക്കുവാൻ വേണ്ടിയിട്ട്. എന്നാൽ അവിടെ വലിയൊരു ഇഫ്താർ മീറ്റായിരുന്നു നടന്നിരുന്നത്. എല്ലാവരും അവിടെ കൂടിയിട്ടുണ്ട്. സീനത്തിൻ്റെ കുഞ്ഞിനെ എല്ലാവരും താലോലിക്കുന്നുണ്ട്. ശരിക്കും ഉമ്മ ചോദിച്ചു, അല്ല മോനെ, നമ്മളിപ്പോൾ പെണ്ണ് കാണാനേ? ഉമ്മ, അതെ, ഇവിടെ ഒരു ഇഫ്താർ മീറ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പെണ്ണ് കാണൽ. ആ, അത് ശരി, ഇവിടെയാണോ? ആ, ആയിക്കോട്ടെ. എന്നാൽ ഒരിക്കൽ പോലും ഉമ്മ വിചാരിച്ചില്ല അവിടെയുള്ള പെണ്ണിനെയാണ് കാണാൻ പോകുന്നത് എന്നുള്ളത്. നേരെ അതാ അവർ അകത്തേക്ക് കയറി. എല്ലാവരും സലാം പറഞ്ഞു, സലാം മടക്കി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അതെ, എല്ലാവരും നേരെ കുഞ്ഞിനെ കാണാനാണ് പോകുന്നത്. സീനത്ത് തൻ്റെ കുഞ്ഞിനെ മടിയിൽ വച്ചിരിക്കുന്ന ആ ഒരു മനോഹരമായ ആ ഒരു രംഗം കാണുന്നു. സത്യം പറഞ്ഞാൽ ആ ഉമ്മാക്ക് വല്ലാത്തൊരു സങ്കടമായിരുന്നു. മോളെ സീനത്തെ, മോളെ, എനിക്ക് മോളെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. എൻ്റെ പൊന്നു മോളെ പോലെയാണ് നിന്നെ എനിക്ക് കാണുമ്പോൾ തോന്നുന്നത് മോളെ. എന്നാൽ ആ ഉമ്മാക്ക് നല്ല സങ്കടമായിരുന്നു. അത് സീനത്തിനെ ഇനി കാണാൻ പറ്റൂലല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ. മോളെ, എപ്പോൾ വന്നാലും ഈ ഉമ്മ സ്വീകരിക്കൂ കേട്ടോ, സ്നേഹത്തോടെ അവർ പറയുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഷെഫി ഉസ്താദും ഉമ്മയും ബത്തൂലും അങ്ങോട്ട് കടന്നു വന്നു. അവരും എല്ലാവരും സ്നേഹത്തോടെ ഒത്തൊരുമിച്ചൊരു ഇഫ്താർ മീറ്റ്, അതും സീനത്തിൻ്റെ വീട്ടിൽ. എന്നാൽ ഈ സമയം ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ തൻ്റെ പൊന്നു പേരക്കുട്ടിയുടെ അടുത്തേക്കായിരുന്നു ഓടി വന്നത്. സ്നേഹത്തോടെ അവർ ആ ഒരു പൊന്നുമോനെ എടുത്ത് മതിവരുവോളം വാരിയെടുത്തു ചുംബിച്ചു. മോനെ, ഉമ്മാൻ്റെ മോനെ, ഉമ്മാൻ്റെ കുട്ടി. എന്നാൽ സീനത്തിന് ഒരു നിമിഷം കണ്ണുകൾ നിറഞ്ഞു. അവളുടെ അത് തൻ്റെ ബുദ്ധിമോശം കൊണ്ട് താൻ അവിടെ നിന്ന് പോകുന്നതായിരുന്നു. റബ്ബേ, ഇപ്പോൾ ഇവരെയൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടം വരികയാണ്, എന്തപ്പോൾ ചെയ്യുക. എന്നാൽ ഈ സമയം ഇഫ്താറിനുള്ള എല്ലാ കാര്യങ്ങളും അത് അവിടെ സെറ്റായിക്കൊണ്ടിരുന്നു. പലഹാരങ്ങളും സാധനങ്ങളും ഇഫ്താറിനുള്ളതൊന്നും ഒട്ടും കുറക്കരുത് എന്നതായിരുന്നു ആ ഉപ്പയുടെ മനസ്സിൽ. കാരണം തൻ്റെ നഷ്ടപ്പെട്ടു പോയ പൊന്നുമകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നത് മാത്രമല്ല, അവളുടെ ജീവിതത്തിൽ ഇന്ന് നല്ലൊരു ദിവസം, നല്ലൊരു അത്ഭുതം സംഭവിക്കുന്ന ദിവസം കൂടിയാണ്. ഇനി ഒരിക്കലും എൻ്റെ പൊന്നുമോളെ തിരിച്ചു കിട്ടില്ല, എൻ്റെ മകൾക്ക് ഹിദായത്ത് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ പിതാവ്. എന്നാൽ അതിൽ നിന്നെല്ലാം തൻ്റെ പൊന്നുമോൾ രക്ഷപ്പെട്ട് ഇപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്നു. അതെ, അവളെ വിവാഹം കഴിക്കുവാൻ വേണ്ടി, അവളെ പെണ്ണ് കാണാൻ വേണ്ടി ഒരാളും ഇന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു
ഫുഡ് ഐറ്റംസ് ആയിരുന്നു അദ്ദേഹം അവിടെ ഒരുക്കുവാൻ വേണ്ടി പറഞ്ഞത്. ഇന്ന് അവരുടെ വീട്ടിൽ സന്തോഷമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്നേഹം ഇഷ്ടം പോലെ വിളമ്പണം. പ്രത്യേകിച്ച് അറബികൾ കൂടി ഉള്ള പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഒട്ടും ഒന്നിലും കുറവ് വരുത്തിയില്ല. മഗ്‌രിബ് ബാങ്ക് വിളിക്കാൻ ഇനി വെറും 10 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അടുക്കളയിൽ നിന്ന് വരുന്ന സുഗന്ധം മുഴുവൻ വീട്ടിലേക്കും പടർന്നിരിക്കുന്നു. മേശമേൽ നിരത്തിയിരിക്കുന്ന പലഹാരങ്ങൾ കണ്ടാൽ തന്നെ വയറ് നിറയും. എന്നാൽ ഉമ്മ പറയുന്നത്, മക്കളെ, ഇത് വെറും പലഹാരങ്ങൾ മാത്രമല്ലട്ടോ, ഇത് സ്നേഹം കൂടിയാണ്. സ്നേഹത്തോടെ എല്ലാവരും ഒരുമിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാനവും സന്തോഷവും തന്നെയാണ് ഏറ്റവും വലുത്. സീനത്തിൻ്റെ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലബാറിലെ ഒരു കൊച്ചു ഗ്രാമം, അവിടെ വലിയ മുസ്ലിം തറവാട്. അന്ന് റമദാനിലെ 15-ാം ദിവസം എല്ലാവരും നോമ്പിലാണ്. അടുക്കളയിൽ എല്ലാവരും നല്ല തിരക്കിലാണ്. നോമ്പ് വിഭവങ്ങൾ തയ്യാറാക്കുകയാണ്. അവിടെ നിന്ന് തന്നെ, വീട്ടിൽ നിന്ന് തന്നെയാണ്. പുറത്ത് കാര്യമായിട്ടൊന്നും ഏൽപ്പിച്ചിട്ടില്ല. എന്നാൽ വീട്ടിലേക്ക് ആളുകൾ വന്ന് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചെറിയ രീതിയിൽ മുതൽ വലിയ രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് വരെ അതിലുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയാലും നോമ്പിന് ആദ്യം ഉള്ളത് ഈത്തപ്പഴം തന്നെയാണല്ലോ. അത് വലിയൊരു പ്ലേറ്റിൽ നല്ല സോഫ്റ്റായ ഈത്തപ്പഴങ്ങൾ അങ്ങനെ നിരത്തി വച്ചിരിക്കുന്നു. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ നാരങ്ങ വെള്ളവും, തണുത്ത വെള്ളത്തിൽ നാരങ്ങ നീരും ഇഞ്ചിനീരും പഞ്ചസാരയും എല്ലാം ചേർത്ത് ഒരു നാരങ്ങ ജ്യൂസ്. എന്നാൽ തൊട്ടപ്പുറത്തായിട്ട് മാംഗോ ജ്യൂസ്, അതുപോലെ ഉറുമാമ്പഴം ജ്യൂസ്, അതുമാത്രമല്ല തണ്ണിമത്തൻ ജ്യൂസ്, മിൽക്ക് ഷേക്ക്, റൂഹബ്സ ഷർബത്ത് എല്ലാം വലിയ ജാറുകളിൽ നിറച്ചു വച്ചിരിക്കുന്നു. എന്നാൽ അടുക്കളയുടെ ഭാഗത്ത് നിന്നാണ് നല്ല സ്മെല്ല് വരുന്നത്. അത് പലരും ഇഷ്ടപ്പെടുന്ന, എന്നാൽ ഇന്ന് പലർക്കും ഇഷ്ടപ്പെടാൻ കഴിയാത്ത അല്ലെങ്കിൽ കഴിക്കാൻ കഴിയാത്ത പലഹാരങ്ങൾ. വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ളിയും ചേർത്ത് തയ്യാറാക്കിയ ഉള്ളിവട എണ്ണയിൽ നിന്ന് കോരുമ്പോൾ അതെ വല്ലാത്തൊരു ശബ്ദം, വല്ലാത്തൊരു സ്മെല്ല്. അതിനുശേഷം സമൂസ, ചിക്കൻ സമൂസ, മുട്ട സമൂസ, അടുത്തതായി ചിക്കൻ കട്ട്ലറ്റ്, മീൻ കട്ട്ലറ്റ്, അതിനു പിന്നാലെ പഴംപൊരി. മഞ്ഞ നിറത്തിലുള്ള മാവിൽ പഴം മുക്കി എണ്ണയിലിട്ടപ്പോൾ വീട്ടിൽ മുഴുവനും ഒരു സ്വർഗീയ മണം. എന്നാൽ ഉപ്പയുടെ നിർബന്ധമായിരുന്നു എല്ലാം ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കാമെന്നുള്ളത്. എല്ലാ ജോലിക്കാരെയും വിളിച്ചു വരുത്തി. അതെ, നോമ്പ് തുറക്കുവാനാകുമ്പോഴേക്കുള്ള എല്ലാ വിഭവങ്ങളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അറബികൾ ഉണ്ടായതുകൊണ്ട് തന്നെ മലബാർ ഏരിയയിലെ വിവിധ വെറൈറ്റി പലഹാരങ്ങളായിരുന്നു ഉപ്പ ഉണ്ടാക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. ഉന്നക്കായ, ഒരു ഭാഗത്തായിട്ട് കുഴിമന്തി, ഒരു മറുഭാഗത്ത് പത്തിരി, നെയ്യപ്പം, അതുപോലെ സുഖീൻ, ബോണ്ട, എഗ് റോള്, ചിക്കൻ റോള്, ഷവർമ റോള്, അങ്ങനെ അറബിക് ഫുഡ് കാര്യങ്ങൾ. പത്തിരി, ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ. അടുത്തതായി വലിയൊരു പാത്രത്തിൽ ഒരു തരം കഞ്ഞി. അതെ, അത് ചില ഭാഗങ്ങളിലെല്ലാം ആ ഒരു കഞ്ഞി കൂടി നിർബന്ധമായിരിക്കും. നോമ്പ് തുറക്കുമ്പോൾ പലർക്കും ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ്, പ്രത്യേകിച്ച് നമ്മുടെ നാട് വിട്ടു കഴിഞ്ഞാൽ. എന്നാൽ അത് മാത്രമല്ലായിരുന്നു. മേശയുടെ മറ്റൊരു ഭാഗത്ത് സേമിയ പായസം, കസ്റ്റാർഡ്, പുഡിങ്, ഫ്രൂട്ട് സലാഡ്സ്, ഐസ്ക്രീംസ്, അങ്ങനെ വെറൈറ്റി ഐറ്റംസ് അത് വേറെയും. എല്ലാവരും വലിയൊരു നോമ്പുതുറ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഷെഫി ഉസ്താദും നമ്മുടെ ഷമീറും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അതാ മസ്ജിദിൽ നിന്ന് മഗ്‌രിബ് ബാങ്കിൻ്റെ ആ മനോഹരമായ ഈരടികൾ മുഴങ്ങുന്നു. വീട്ടിൽ എല്ലാവരും അതാ ആ ഒരു ടേബിളിന് ചുറ്റുമായിട്ടൊക്കെ ഇരിക്കുന്നു. ഉപ്പ പറഞ്ഞു, മക്കളെ, ഈത്തപ്പഴം കുഴിക്ക്, ആദ്യം അതാ ബാങ്ക് കൊടുക്കുന്നു. എല്ലാവരും ഈത്തപ്പഴം വെള്ളവും കൊണ്ട് നോമ്പ് തുറക്കുന്നു. അതിനുശേഷം ജ്യൂസ് ഐറ്റംസ്, സ്നാക്സുകൾ എല്ലാം കഴിക്കുന്നു അവനവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ. എല്ലാവരും നോമ്പ് തുറക്കുന്ന തിരക്കിലാണ്. ഉമ്മ അതിനിടയിലും അവരെ എല്ലാം സ്വീകരിക്കുവാൻ വേണ്ടി നിൽക്കുന്നു. മക്കളെ, കഴിക്കിട്ടോ, കഴിക്ക്. ഇതേ ഭക്ഷണം മാത്രമല്ല, റമദാനിൻ്റെ അനുഗ്രഹം കൂടിയാണ്. സ്നേഹത്തോടെ ഉമ്മ അത് പറയുമ്പോൾ എല്ലാവരും അതാ നന്നായിട്ട് കഴിക്കുന്നു. അങ്ങനെ അതാ വിഭവസമൃദ്ധമായ ആ നോമ്പുതുറ കഴിഞ്ഞു. അറബികളെല്ലാം വളരെയധികം താങ്ക്സ് പറഞ്ഞു. മാഷാ അല്ലാ, ഉഷാറായിട്ടുണ്ട്. സെയ്ത്തൂൻ ബീവിയും അവരുടെ ഉമ്മയും എല്ലാവരും ശരിക്കും ഒരുപാട് വെറൈറ്റി ഐറ്റംസിലുള്ള മലബാർ ഫുഡ് കണ്ട് ശരിക്കും അവർ അത്ഭുതപ്പെടുകയാണ്. എല്ലാവരും സന്തോഷത്തോടു കൂടെ നോമ്പുതുറയെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത സമയം അത് എല്ലാവരും നിസ്കാരത്തിലേക്ക് വേണ്ടി പ്രവേശിച്ചു. എന്നാൽ ഉമ്മ
മോനോട് പറയുകയാണ്, മോനെ ഷമീർ. അല്ല, എപ്പോഴാ ഇനി മോനെ? ഉമ്മ, അതെ, ഇനിയിപ്പോൾ എന്താ കണ്ടു കഴിഞ്ഞില്ലേ? മോനെ, എന്താ നീ പറയുന്നത്? അതെ ഉമ്മ, സീനത്താണ് നമ്മുടെ വീട്ടിലേക്ക് മണവാട്ടിയായിട്ട് വരുന്നത്. ശരിക്കും ആ ഉമ്മ ഞെട്ടിപ്പോയി. മോനെ, സത്യമായിട്ടും? അതെ ഉമ്മ, എന്താ സ്വീകരിക്കാൻ പറ്റൂലേ? അല്ലാ, അൽഹംദുലില്ലാ. പൊന്നു മോനെ, മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാൻ, കിട്ടൂലല്ലോ എന്നൊക്കെ വിചാരിച്ചു. മോനെ, ഓളായ എനിക്കും സമാധാനമാണ്. കാരണം എനിക്കനുസരിച്ച് നിൽക്കുന്ന പെണ്ണാണ് അവൾ. അതുകൊണ്ട് തന്നെ സന്തോഷമുള്ളൂ മോനെ. ആ പൊന്നുമ്മ ശരിക്കും മകനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോയി. എന്നാൽ അതാ പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുകയാണ്. കുഞ്ഞിനെ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ വാങ്ങിയെടുത്തിട്ടുണ്ട്. ഷെഫി ഉസ്താദും അതിനുവേണ്ടി തയ്യാറാകുകയാണ്. ശരിയാണ്, ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് നിക്കാഹ് ചെയ്ത് കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഒരു പെണ്ണിൻ്റെയും ഭാവി ജീവിതം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല റബ്ബേ. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ. ഇനി മുതൽ അവൾ നല്ല രീതിയിൽ ജീവിക്കട്ടെ. കാരണം ഒരാളും കഷ്ടപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം ഉണ്ടാകും. എന്നാൽ ആ പിതാവ് നേരെ അതാ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ അരികിലേക്ക് വന്നു. കൈകൾ പിടിച്ചുകൊണ്ട് കരഞ്ഞു. പൊന്നു മോനെ ഷെഫി, എൻ്റെ കുട്ടി ആഗ്രഹിച്ച ജീവിതം അത് മോനെ സാരല്ല കേട്ടോ ഉപ്പ, എനിക്ക് വിഷമമില്ല. ഇന്നെനിക്കൊരു ഭാര്യയുണ്ട്, പക്ഷേ ഞാൻ ഇനി എൻ്റെ പെങ്ങളുടെ സ്ഥാനത്ത് കണ്ടോളാം. അതെ, അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ. ശരിക്കും ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു ഉറപ്പുള്ള ആ ഒരു വാക്കുകൾ കേട്ടപ്പോഴേ ആ ഉപ്പയുടെ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിച്ചു. റഹ്മാനെ, ഇത്രക്കും നല്ലൊരു ആണല്ലോ എൻ്റെ പൊന്നുമോൾ ഉപേക്ഷിച്ചത് എന്നുള്ളത്. എന്നാൽ ഈ സമയം അതാ എല്ലാവരും പെണ്ണ് കാണൽ ചടങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നു. ഷമീർ അതാ നേരെ സീനത്തിൻ്റെ റൂമിലേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുന്നു. കാരണം ഇനിയിപ്പോൾ എല്ലാവരുടെ ഇടയിലേക്കും അവൾ വരണ്ടെന്ന് കരുതിയിട്ട് ഷെഫി ഉസ്താദ് തന്നെ പറയുകയായിരുന്നു, അത് ഷമീർ, നീ പോയി കണ്ടോളൂ. അവൾ കണ്ട് ഇഷ്ടപ്പെട്ട ഇൻഷാ അല്ലാഹ് വൈകാതെ നിക്കാഹ് ചെയ്യണം, വൈകാതെ നടത്തണം ഇൻഷാ അല്ലാഹ്. എങ്കിൽ മാത്രമേ എൻ്റെ മനസ്സിന് സമാധാനമുള്ളൂ. അത് ഷമീർ ഷെഫി ഉസ്താദിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഉസ്താദെ, സോറി. എന്തിന്? ഒരിക്കലുമില്ല. ഞാൻ അൽഹംദുലില്ലാ ഹാപ്പിയാണ്. അവൾ ഹാപ്പി ആകട്ടെ മറ്റൊരു ജീവിതത്തിലൂടെ. ഷമീർ, എനിക്ക് ഉറപ്പുണ്ട് നീ അവളെ സംരക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ. കാരണം ഷമീറിനോളം പക്വതയും എല്ലാം നിറഞ്ഞ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകാൻ പറ്റിയ ഷമീർ എല്ലാം കൊണ്ടും തലയെടുപ്പിലും ആ ഒരു നടത്തത്തിലും ധൈര്യത്തിലും ബോഡിയിലും എല്ലാം വെച്ച് നോക്കുമ്പോൾ ശരിക്കും നല്ലൊരു ലുക്ക് തന്നെയാണ് നമ്മുടെ ഷമീറിൻ്റേത്. അങ്ങനെയത് എല്ലാവരുടെയും നിർബന്ധപ്രകാരം സീനത്തിൻ്റെ മുറിയിലേക്ക് ഷമീർ പ്രവേശിക്കുകയാണ്. അവൻ പതുക്കെ തൊണ്ടയനക്കിക്കൊണ്ട് കുഞ്ഞ് ഷെഫി ഉസ്താദിൻ്റെ ഉമ്മയുടെ അടുത്താണ്. സീനത്തെ ഒരു നിമിഷം അവൾ മുഖത്തേക്ക് നോക്കി. അല്ല, ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വന്നതാണ്. ആ കാര്യം നിനക്കറിയോ? അത് അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു. എന്തിനാ വിറക്കുന്നത്? എന്താ, എന്നെ ഭയമാണോ? എന്തിനാ ഭയക്കുന്നത്? അല്ല, അത് പിന്നെ ഞാൻ അതൊന്നും വിചാരിക്കണ്ട. പഴയകാല ജീവിതത്തെക്കുറിച്ചൊന്നും നീ ചിന്തിക്കണ്ട. ഇനി മുതൽ നീ നല്ലൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താ? ഇൻഷാ അല്ലാ, സന്തോഷം. പിന്നെ എനിക്കല്പം നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിക്കാൻ കൂടി നീ തയ്യാറാകണം. എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ശരിക്കും അവളൊന്ന് ഞെട്ടിപ്പോയി. അത് എന്തായാലും അതെ, എനിക്ക് ചില നിബന്ധനകൾ ഉണ്ട്. അതനുസരിച്ചിരിക്കണം എന്ന് എൻ്റെ ഒരു സന്തോഷമാണ്. എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണ് അതിനനുസരിച്ച് നിൽക്കണമെന്നുള്ളത്. എന്നാൽ അവൾ ആകാംക്ഷയോടെ അതിനുവേണ്ടി കാത്തിരുന്നു. ഞാൻ പറയട്ടെ പെണ്ണെ. അവൾ ഒരു നിമിഷം അദ്ദേഹത്തെ നോക്കി. എന്നാൽ ഷമീർ പറയുകയാണ്, പെണ്ണ് കാണാൻ വരുന്ന ആ ഒരു ദിവസം സീനത്തിൻ്റെ മുമ്പിൽ വെച്ച് ഷമീർ ചില ഡിമാൻഡുകൾ വെക്കുന്നു. എന്തായിരിക്കും ആ ഒരു ഡിമാൻഡുകൾ?
അതെ, ഞാൻ പറഞ്ഞ ആ കാര്യം അനുസരിക്കണം എൻ്റെ ഭാര്യ എന്നതെനിക്ക് നിർബന്ധമാണ് എന്നായിരുന്നു അവൻ പറഞ്ഞത്. അതിനുവേണ്ടി സീനത്ത് തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. കാരണം തൻ്റെ ഒരു ജീവിതം തൻ്റെ ഇഷ്ടപ്രകാരം നടന്നുകൊണ്ട് ആകപ്പാടെ കേടുവന്നു പോയി. എന്നാൽ മറ്റുള്ളവരുടെ ഉപദേശത്തിലാകുമ്പോൾ അതിനതിൻ്റെതായ വിലയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. എന്തായിരിക്കും ഷമീർ സീനത്തിനോട് പറയുവാൻ വേണ്ടി പോകുന്നത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്നിട്ട് ഇൻഷാ അല്ലാ നമുക്ക് പെട്ടെന്ന് തന്നെ നിക്കാഹ് നടത്താം. അതെ, അവർ രണ്ടുപേരും ഒരുമിക്കട്ടെ. ഷെഫി ഉസ്താദും ബത്തൂലും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന പോലെ ഇവരും ജീവിക്കട്ടെ. നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.